ഹായ്, ഞാൻ വെയിറ്റ് ചെയ്യണം. മേ ബി ഞാൻ പറഞ്ഞിരിക്കുന്നതിനിടയ്ക്ക് വോയിസ് ക്രാക്കാൻ ചാൻസ് ഉണ്ട്. വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല. ഒരു 10-20 ഷോട്ടിന് മേളിൽ ഞാൻ പോയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ആരെങ്കിലും ചോദിക്കുക എന്തിനാ എത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത്, അതിൻ്റെ പേര് എഡിറ്റ് ചെയ്തങ്ങ് കയറ്റിയാൽ പോലെ ബാക്കി വാങ്ങുന്നത്. അത് പറ്റത്തില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഈ വീഡിയോ ആക്ച്വലി ഇത് എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ആൻഡ് എൻ്റെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ വീഡിയോ എനിക്കതൊരു റോ ആയിട്ട് അവതരിപ്പിക്കാനാണ് ആഗ്രഹം. അതായത് എഡിറ്റിംഗ് കട്ടിംഗ് ഒന്നും ചെയ്യാതെ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ഷോർട്ട് പോയതും എൻ്റെ ഒച്ചയും കൂടെ പോയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒത്തിരി വളഞ്ഞു ചുറ്റി പിടിക്കാതെ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അതിന് മുന്നേ കുറച്ച് പേരെ നമുക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. വേറെ ആരുമല്ല, ഈ ചാനൽ ഇപ്പോൾ 4-5 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. വേറെ ആരുമില്ല, എൻ്റെ ഫാമിലി ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. അവർക്ക് എൻ്റെ സ്നേഹത്തിൽ ചാൻസ് നന്ദി ഞാൻ അറിയിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടൊന്നുമില്ല. ഒരു 2022 ഞാൻ ചാനൽ ലാസ്റ്റ് വീഡിയോ ഇട്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു 2.5 വർഷത്തിന് ശേഷം ഞാൻ ഇപ്പോഴും ചാനൽ എടുത്ത് നോക്കുമ്പോൾ 4 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇത്രയും ഗ്യാപ്പ് വന്നിട്ടും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പോയില്ലല്ലോ. അപ്പോൾ അതിനാണ് ഞാൻ എൻ്റെ നന്ദി അറിയിച്ചത്. നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. കീപ് ഗോയിങ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം, ഓഡിയൻസിനുള്ള നേരെ കാര്യം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി എനിക്ക് ഈ ചാനലിൽ ഒരു ടൈം ലൈൻ ഫുള്ള് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സമയം മേ ബി കിട്ടിയതല്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ 2 ആഡ് കയറി വരുന്നത്. എനിക്കറിയില്ല, ഞാൻ വീഡിയോസൊക്കെ കാണുമ്പോൾ അങ്ങനെ കാണാറുണ്ട്. 2 മിനിറ്റ് കൂടുമ്പോൾ തന്നെ, 2 മിനിറ്റല്ലേ, 1 മിനിറ്റ് കൂടുമ്പോൾ തന്നെ ഒരു 1-2 ആഡ് ചെയ്തെങ്കിലും വരാറുണ്ട്. ഓക്കെ, പോട്ടെ. അങ്ങനെ വരുന്ന കാരണം സമയം ഞാൻ കളയുന്നില്ല, നേരെ കത്തിക്കിടക്കാം. അപ്പോൾ ടൈം ലൈൻ പറയുന്നുണ്ട്, ജസ്റ്റ് പോയിൻ്റായിട്ട് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തോന്നിയൊരു ഐഡിയ ആണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാന്ന് പറഞ്ഞത്. മേ ബി ആ സമയത്ത് കൊണ്ട് ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ വീഡിയോയുടെ പുറത്തായിരിക്കാം. ഞാനും ഒരു അംബാനി ആയാലും എന്നൊക്കെ ഓക്കെ, അംബാനി സാറായാലും നോർത്ത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയൊരു ചാനലാണ്. പക്ഷേ അപ്പോൾ ഞാൻ ആലോചിച്ചിരുന്ന ഒരു എൻ്റെ എന്ത് കണ്ടൻറ്റ് ഇടണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഒന്നെങ്കിൽ ട്രാവലായിട്ട് പോകും, അല്ലെങ്കിൽ ഫുഡിൻ്റെ തീംസൊക്കെ എന്തെങ്കിലും ഇടണം. കാരണം ഇത് രണ്ടും ചെയ്യാനുള്ള സാഹചര്യം അന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. മേക്കപ്പൊക്കെ ഒന്നും ഞാൻ യൂസ് ചെയ്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനെ പറ്റി വലിയ ധാരണയില്ല. അപ്പോൾ നമുക്കറിയാമെന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനതിനെ പറ്റി ആലോചിച്ചു. ഞാനിതിടാൻ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഏകദേശം യൂട്യൂബിൽ ഉള്ള യൂട്യൂബേഴ്സ് എല്ലാവരും 14 ആളുകളും ആ കണ്ടൻറ്റ് ഇട്ടത് പോപ്പുലറായി. എല്ലാവരും 14 ആളുകളും ട്രാവൽ ഇടുന്നവരുണ്ട്, ഫുഡ് ഇടുന്നവരുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ ശരി, നമുക്ക് അവരുടെയൊക്കെ വീഡിയോ എന്ന് വെച്ചാൽ കിടിലൻ വീഡിയോ ആണ്. അവരുടെ ആ ഒരു ഹാർഡ് വർക്ക് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആന വാവ് വിളിക്കുന്ന പോലെ അണ്ണ വാവ് വിളിച്ചതെന്ന് നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെയായിരുന്നു എൻ്റെ കാര്യം. അതായത് ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയി അതിൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് ഞാനതിവിടെ വെക്കുന്നു. പിന്നെ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് നോക്കുന്നു. ഇന്നയാളെന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നില്ല, എല്ലാവരും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇന്നയാളെന്ന് എടുത്തു പറയണം. ഞാൻ എല്ലാവരുടെയും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഇത്. അപ്പം അവരിലൊരാളുടെ വീഡിയോ ഞാൻ എടുത്ത് നോക്കുമ്പോൾ എന്താ പറയുക, ആനയമ്പൻ നമ്മളുള്ള വ്യത്യാസം ഉണ്ടെന്ന് പറയുന്ന പോലെയാണ്. ആക്ച്വലി ഒന്നുമില്ല, ഞാൻ അവരുടെ മുന്നിൽ ഒന്നുമില്ല, കൊച്ചു കുഞ്ഞാണ്, ശിശുവാണ്. മേ ബി അവർ വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് ഇത് പഠിച്ചു വന്നായിരിക്കാം. അപ്പം എന്തായാലും ഇപ്പം ആക്ച്വലി എനിക്ക് അവരെ മീൻസ് ആ ഒരു ടൈമിൽ ഈ എഡിറ്റ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു കഴിവിൻ്റെ അത്രയൊന്നും എനിക്കില്ല. സോ ആയിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞെന്നാൽ മേ ബി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു റീച്ച് ഉണ്ടായിരുന്നില്ല. അത് പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ മെൻ്റത്തോട്ട് പോയാലും ഞാൻ ആലോചിച്ചു പോട്ടെ. അപ്പം ഫുഡിൻ്റെ ആണെങ്കിൽ സെയിം കേസ് തന്നെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇവർക്ക് 2-3 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരു സ്ഥലത്തെ വീഡിയോ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്നും അറിയത്തില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ 1 മണിക്കൂർ എടുക്കും. കാരണം എനിക്കിതിനെപ്പറ്റി ധാരണയില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം ഓരോന്ന് ഏതാണെന്ന് ചെക്ക് ചെയ്തായിരിക്കും എടുക്കുക. ഓക്കെ അപ്പോൾ എന്തായാലും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, ഓക്കെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല. അതായത് എഡിറ്റ് ചെയ്യാൻ സമയമില്ല, ജസ്റ്റ് റോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കാൻ കരുതി. അപ്പം അങ്ങനെ ഞാൻ 2.5 വർഷം ആലോചിച്ചാണ് എന്ത് ചെയ്യും. ഞാൻ ഈ 2.5 വർഷത്തിനിടയ്ക്ക് ഓർത്ത് നോക്കി ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇട്ടാലും മതി. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, കാരണം അവിടെ എഡിറ്റിങ് നടക്കുന്നുണ്ട്. എല്ലാ വീഡിയോയും കൂടെ ഒരുമിച്ച് കോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒറ്റ ടേക്കിൽ. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഈ ഒരു ഐഡിയ നമുക്ക് കുറച്ച് നാളത്തേക്ക് മാറ്റിയേക്കാം, വേറെ എന്തെങ്കിലും വരട്ടെ. അങ്ങനെ നിന്നപ്പോഴാണ് റീസെൻ്റായിട്ട് ഞാനൊരു ട്രിപ്പ് പോയത്.
പോയപ്പം ആ ട്രിപ്പ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ പോയിട്ടൊരു സോളോ ട്രിപ്പ് പോയതാണ്. ആ ഡെസ്റ്റിനേഷൻ അത്രയും നല്ലൊരു രസമുള്ള സ്ഥലമായിരുന്നു. അപ്പം അവിടെ ഞാൻ പോയ സമയത്ത് ഈ സ്ഥലത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ഇട്ടു. അപ്പോൾ അത് കണ്ട് ഞാൻ ഇങ്ങനെ പറയുന്ന പോലെ എടുത്തിട്ടാണ്. അപ്പോൾ അവരെടുത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ ചാനലോടെയും കൂടി ഇന്ന് കിട്ടില്ലായിരിക്കും. അങ്ങനെ നമുക്കല്ലേ അറിയത്തുള്ളൂ, എഡിറ്റിംഗ് അറിയില്ല, എഡിറ്റിംഗ് അറിയാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെയും ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യും. എന്തായാലും ഇപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ പഠിത്ത അക്കാഡമിക് ഫീൽഡൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ സമാധാനമായിട്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ എല്ലാ കേരളത്തിലെ കുട്ടികളെ പോലെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ടൈമാണ്. ഞാനൊരു തൊഴിലില്ലായ്മ അതിരൂക്ഷമായ ഈ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ഐഡിയ ഞാൻ ആലോചിച്ചത്. എന്തുകൊണ്ട് എനിക്ക് റോ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു വീഡിയോ, റോ ഇൻ ദ സെൻസ് വേറെ ഒന്നുമില്ല, എഡിറ്റൊന്നും ചെയ്യാറേ. എനിക്കിപ്പോൾ ഞാൻ ആക്ച്വലി നിങ്ങളുടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്ന പോലെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനിപ്പോൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ തോന്നുന്നു അർജു കണ്ട് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ സെയിം ഡയലോഗ് തന്നെ. ഓക്കെ, കോപ്പിറൈറ്റ് അടിക്കരുത്, ഞാനിതെൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ വന്നു പോയ സാധനമാണ്. അപ്പോൾ എന്താ അങ്ങനെ ഞാൻ സംസാരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അപ്പം അതുപോലെ എന്തെങ്കിലും റോ ആയിട്ട് ചെയ്താലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് എഡിറ്റൊന്നും ചെയ്യാതെ ഡയറക്റ്റ് കാര്യം പറഞ്ഞു, ഓക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡയറക്റ്റ് തന്നെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ, പക്ഷെ എന്ത് പറയും, അത് ചെയ്യും, അതായിരുന്നു പിന്നെയും ചോദ്യം. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പെട്ടെന്ന്, ആക്ച്വലി ഈ ചാനലിൻ്റെ പേര് ഞാൻ നേരത്തെ ഇട്ടതാണ്, എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴെല്ലാം ഈ പേരുണ്ട്. പക്ഷേ പേരങ്ങനെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും ഞാൻ ആ സമയത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓക്കെ ഞാൻ പോകുന്ന സ്ഥലത്തെ വീഡിയോ എന്നുള്ള അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, മൊമെൻറ്റ്സ് വേറെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇക്കഴിഞ്ഞ ദിവസം ഞാനതൊന്നും കൂടെ എടുത്ത് നോക്കിയപ്പോഴാണ് അതിലെന്തോ ഉണ്ടല്ലോ എന്നൊക്കെ ഒരു ബൾബ് കത്തിയ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, നമ്മൾ ജീവിച്ച നിമിഷങ്ങൾ, ആ നിമിഷങ്ങൾ എന്നാണ് ആക്ച്വലി ആ ഒരു എന്താ ചാനലിൻ്റെ പേരിലെ അർത്ഥം വരികയായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനത്തെ ജീവിച്ച നിമിഷങ്ങൾ ഇവിടെ പറഞ്ഞുകൂടാ. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കുന്നു നല്ലതായിരിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറി എഴുതി കഴിയുന്ന ഡയറി എഴുതി കഴിയുന്നു അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ ആക്ച്വലി എഴുത്തിൽ അത്ര താല്പര്യമുള്ള ആളല്ല, അതാണ് വിഷയം. അപ്പം ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സന്തോഷം തരുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇൻട്രൊഡക്ഷനിലേക്ക് വരാം കേട്ടോ ചാനലിൻ്റെ. അതായത് ലൈഫിൽ ജീവിച്ചെന്ന് തോന്നിയ മൊമെൻറ്റ്സ് എന്തുകൊണ്ട് ഇവിടെ ഷെയർ ചെയ്തുകൂടാ എന്ന് ഞാൻ വിചാരിക്കണം. അതായത് ഒന്നെങ്കിൽ ആരെങ്കിലുമായിട്ട് സംസാരിച്ച ഒരു ഇൻസിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു 10-15 സെക്കൻഡുകളൊക്കെ ആയിരിക്കാം. ഭയങ്കര എക്സാഗ്രേറ്റ് ചെയ്തൊക്കെ ഞാൻ വന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പം അതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ എടുത്ത് കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടാകും. എല്ലാവരും ഗുണം നോക്കിയിട്ടല്ലല്ലോ ചെയ്യുന്നത്, ജസ്റ്റ് ദെയർ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടല്ലേ പലരും പലതും ചെയ്തു തുടങ്ങി. പല യൂട്യൂബ് ചാനലിൽ അവരുടെ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആളുകൾ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നവരടുത്ത് ചോദിക്കുന്ന അവർ പറയും ഞങ്ങൾ ജസ്റ്റ് ആ ഒരു ടൈമിൽ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ചുമ്മാ ചെയ്തു തുടങ്ങിയതാണ്, പിന്നെ ഇപ്പോൾ ഇത് ശീലമായി എന്ന് പറയുന്നതാണ്. സോ അതുപോലെ ഞാനിത് വെറുതെ ഒന്ന് ചെയ്ത് ഞാൻ തുടങ്ങുകയാണ്. ഇതിൽ ചിലപ്പോൾ ശരിയുണ്ടായിരിക്കാം, ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടായിരിക്കാം, നിങ്ങൾക്ക് എന്തും പറയാം. കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആശയാവിഷ്കാര സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുന്നുണ്ടല്ലോ മൗലികാവകാശമായിട്ട്. ഞാൻ കുറച്ച് ഈ പറയുന്ന രാഷ്ട്രതന്ത്രമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് പഠിച്ചത്, അപ്പോൾ അതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് പറഞ്ഞത്. അപ്പം ഈ പറയുന്ന ആശയവിനിമയം അത് നല്ലതാണ്, എല്ലാവരും പ്രതീക്ഷിക്കുക. ഓക്കെ, നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടാകും, കുഴപ്പമില്ല. എന്താണെങ്കിലും ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് മേ ബി ഞാൻ ഈ വീഡിയോ ഇടുന്നതോടുകൂടി ആരെങ്കിലും ഷെയർ ചെയ്ത് മേ ബി ഞാൻ എയറിലാവാം അതിൽ. അപ്പോൾ ഇൻകേസ് ആ എയറിലാകുമ്പോൾ പോസിറ്റീവായിട്ടും ഞാൻ എയറിൽ ചെന്നിട്ട് അങ്ങോട്ട് മാറും, നെഗറ്റീവായിട്ട് എയറിൽ നിന്ന് ഇങ്ങോട്ട് മാറും. അപ്പോൾ ഇങ്ങോട്ട് പോയാലും ന്യൂട്രലായിട്ട് ഞാൻ എങ്ങനെയായിരുന്നു ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ഞാൻ അതുപോലെ തന്നെ ആയിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. സോ അത് ഫേസ് ചെയ്യാൻ ഞാൻ റെഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. പേര് മൊമെൻറ്റ്സ് വേറെ ഐഡിയോട് തന്നെയാണ്, പേര് മാറ്റമൊന്നുമില്ല, സെയിം ചാനലൊക്കെ തന്നെയാണ്.
പക്ഷേ കണ്ടൻറ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മളിനി വീഡിയോ ഈ പറയുന്ന ട്രാവൽ ഫുഡും ഇടില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഇടാം. പക്ഷേ മോസ്റ്റ് എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ പറയുന്ന മൊമെൻറ്റ്സിനായിരിക്കും. ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു മൊമെൻറ്റ് ഞാൻ പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും ഒന്ന് പറയാം, സമയം കിട്ടുന്നതിനനുസരിച്ച്. അല്ലെങ്കിൽ എനിക്ക് ഞാൻ വരാം എന്തായാലും. ഈ വീഡിയോയുടെ റീച്ചും റെസ്പോൺസും ഒക്കെ ഇനി അങ്ങോട്ടുള്ള യാത്രയെ സ്വാധീനിക്കുന്നൊന്നും പറയാതില്ല. കാരണം ചിലപ്പോൾ മേ ബി നാളെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്ന പോലെയാണ് ആക്ച്വലി വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ നിന്ന് ഒരു നെഗറ്റീവ് അപ്രോച്ച്, അത് നല്ലൊരു റെസ്പോൺസ് അല്ല എനിക്ക് കിട്ടുന്നെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് പിന്നെ പറയാൻ തോന്നില്ലല്ലോ അതുപോലെ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നാളെ തൊട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ലോഞ്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, കാര്യം നല്ല കാര്യമുണ്ട് ഷെയർ ചെയ്യാതൊക്കെ ഉള്ളത്, പക്ഷേ അതിൽ കുറച്ച് റിസ്കി എലമെൻറ്റ്സ് ആണെന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ ഭരണഘടന ഇതിനൊക്കെ കോപ്പിറൈറ്റ് ഉണ്ടോ ഈശ്വര എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സോ അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. ഇത് ഇത്രയും പറയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് 12 മിനിറ്റോളമാണ്. കുറച്ച് കൂടുതൽ പറഞ്ഞു പോയല്ലേ, എന്ത് ചെയ്യാനും എനിക്ക് സംസാരിക്കാൻ കിട്ടാൻ ഞാൻ അങ്ങ് വിട്ടുകയില്ല, അതാണ് എൻ്റെ വിഷയം. അപ്പോൾ നാളെ തൊട്ട് എൻ്റെ ടോപ്പിക്കുകൾ പുതുതായിട്ട് ഞാൻ ഇറക്കാം. പിന്നെ ഇത് മേ ബി ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം, ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കാം, കാണുന്നവരുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഈ വീഡിയോ പോലും ഞാൻ മാത്രമായിരിക്കും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അതായത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ ഞാൻ മാത്രമായിരുന്നു കാണാൻ വീവായിട്ടുണ്ടായിരുന്ന ആൾ. 4-5 വ്യൂ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇതും വർഷങ്ങൾക്ക് ശേഷം ഞാൻ തന്നെ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുക. എന്നാലും സാരമില്ല, എൻ്റെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല നിങ്ങൾക്കും സന്തോഷിക്കാം അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ ടീമാവും. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബാക്കി നാളെ. ശരി.